വത്തിക്കാൻ വാർത്തകൾ. മാഗ്നിഫിക്ക ഹ്യൂമാനിത്താസ് ലയോ 14 പാപ്പയുടെ പ്രഥമ ചാക്രിക ലേഖനം പ്രസിദ്ധീകരിക്കും. മാഗ്നിഫിക്ക ഹ്യൂമാനിത്താസ് എന്ന തലക്കെട്ടിൽ നിർമ്മിത ബുദ്ധിയുടെ യുഗത്തിൽ മനുഷ്യവ്യക്തിയുടെ സംരക്ഷണം എന്ന പ്രമേയത്തെ ആധാരമാക്കിയുള്ള ലയോ 14 പാപ്പയുടെ പ്രഥമ ചാക്രിക ലേഖനം മെയ് മാസം 25 പ്രസിദ്ധീകരിക്കും. ലയോ 13 പാപ്പയുടെ ചാക്രിക ലേഖനമായ റേരും നൊവാരും പുറത്തിറക്കിയതിൻ്റെ 135 വാർഷികമായ മെയ് 15 ലയോ 14 പാപ്പ ഈ ചാക്രിക ലേഖനത്തിൽ ഒപ്പുവച്ചിരിക്കുന്നത്. ലേഖനത്തിൻ്റെ ഔദ്യോഗിക പ്രകാശനം മെയ് മാസം 25 പ്രാദേശിക സമയം രാവിലെ 11:30 വത്തിക്കാനിലെ സിനഡ് ശാലയിൽ വെച്ച് പാപ്പയുടെ സാന്നിധ്യത്തിൽ നടക്കും. ലയോ 14 പാപ്പ ഫ്രാൻസിലേക്ക് പുതിയ അപ്പസ്തോലിക യാത്രയുടെ വിവരങ്ങളുമായി പരിശുദ്ധ സിംഹാസനം. ലയോ 14 പാപ്പ വരുന്ന സെപ്റ്റംബറിൽ ഫ്രാൻസ് സന്ദർശിക്കുമെന്ന് പരിശുദ്ധ സിംഹാസനത്തിന്റെ പ്രസ് ഓഫീസ് അറിയിച്ചു. മെയ് 16 ശനിയാഴ്ചയാണ് ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പ്രസ് ഓഫീസ് ഡയറക്ടർ മത്തയോ ബ്രൂണി വ്യക്തമാക്കിയത്. ഫ്രാൻസിലെ രാഷ്ട്ര നേതൃത്വത്തിന്റെയും പ്രാദേശിക കത്തോലിക്ക സഭയുടെയും യുനെസ്കോ ഡയറക്ടർ ജനറലിന്റെയും ക്ഷണങ്ങൾ സ്വീകരിച്ചാണ് ഈ അപ്പോസ്തലിക യാത്ര നടത്താൻ പാപ്പ തീരുമാനിച്ചത്. സെപ്റ്റംബർ 25 മുതൽ 28 വരെ തീയതികളിലെ ഈ യാത്രയുടെ ഭാഗമായി യുനെസ്കോയുടെ ഓഫീസും പാപ്പ സന്ദർശിക്കും. ബെനഡിക്ട് 16 പാപ്പ 2008 നടത്തിയ ഔദ്യോഗിക യാത്രയ്ക്ക് 18 വർഷങ്ങൾക്ക് ഇപ്പുറമാണ് ലയോ 14 പാപ്പ ഇവിടേക്ക് എത്തുന്നതെന്ന പ്രത്യേകതയും ഈ യാത്രയ്ക്കുണ്ട്. തൻ്റെ അപ്പോസ്തലിക യാത്രയുടെ ഭാഗമായി പാരീസും ലൂർദും ബെനഡിക്ട് 16 പാപ്പ സന്ദർശിച്ചിരുന്നു. ലയോ 14 പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം കഴിഞ്ഞ ഏപ്രിൽ 10 ഫ്രഞ്ച് പ്രസിഡന്റ് എമ്മാനുവൽ മക്രോൺ വത്തിക്കാനിലെത്തി പാപ്പയെ കണ്ടിരുന്നു.